ഹലോ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഉമ്മി ഒരു അടിപൊളി മധുഹൂതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മധുഹൂത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയാണ് മുറിച്ചേക്കണേ. നിങ്ങൾക്ക് വലിയ പീസാക്കണമെങ്കിൽ വലിയ പീസാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ അരി എടുത്തിരിക്കുന്ന അലിബാവ റൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല റൈസ് എടുക്കാം. അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ അരി ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടേക്കുന്നതാണ്. 1 കിലോ അരിയുണ്ട്. അപ്പോൾ മധുഹൂത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം തന്നെ നമ്മൾ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മ ചിക്കനും അരിയും കൂടിയും ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3-4 ഗ്രാമ്പു, ഒരു 3-4 കഷ്ണം പട്ട, ഒരു 3-4 തന്നെ ഏലക്കായ, ഒരു വലിയ ബേ ലീഫാണ്. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പൊ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് എടുത്തത്. ആ തക്കാളി ചെറുതായിട്ട് നുറുക്കി മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇതിന്റെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഈ തക്കാളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ഈ തക്കാളിയിലത്തെ വെള്ളമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. അത് മാത്രമല്ല തക്കാളി നന്നായിട്ട് വെന്തും കിട്ടും. അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അറബിക് മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത അറബിക് മസാലയാണ്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറബിക് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാൻ എളുപ്പമായിരിക്കും. ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിലും ടേസ്റ്റ് നമുക്ക് ഇതിനായിരിക്കും. ഇതാവുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സ്മെല്ലുമാണ്. ഇപ്പൊ തന്നെ നമുക്ക് നല്ല മണം വന്നിട്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അറബിക് മസാല നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ ക്യൂബാണ്. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 4 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഒരു 2 3 എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ആക്കി കൊടുക്കണം. അപ്പൊ ചിക്കൻ ക്യൂബ് ഇല്ലാത്തവര് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ക്യൂബ് ആവുമ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. മസാലക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇനി ഈ മസാല എല്ലാം ചിക്കനിൽ പിടിക്കണം. അതുവരെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാല എല്ലാം ചിക്കനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. മറ്റേ പാത്രത്തിൽ ചോറും കൂടി വരുമ്പോൾ ഒരു തിങ്ങൽ വരും. അത് കാരണം കുറച്ചുകൂടി കുഴിയുള്ള ടൈപ്പ് പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ ഇവിടെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടി ഇതിലിട്ട് കഴിഞ്ഞ് റൈസ് വേകുമ്പോഴേക്കും ബാക്കിയുള്ള ഒരു 1/4 ഭാഗം ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ലെമൺ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ 2 ക്യാരറ്റ് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ ക്യാരറ്റും ചിക്കനും കൂടിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയും ചിക്കനും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ചിക്കനിലുള്ള ഗ്രേവി നന്നായിട്ട് അരിയിൽ മിക്സ് ആവണ വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ടൈമിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു പാത്രം അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലെ ഉപ്പ് നോക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഈ ടൈമിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് നമ്മൾക്ക് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് തീ ഇത്ര നേരം സിമ്മിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആ മൂടിയുടെ മുകളിൽ കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങനെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഒരു 1/2 മണിക്കൂർ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോറും ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ മധുഹൂദ് റെസിപ്പി ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.